Hello everyone, welcome back to Horizon Training. In our first class, we learned what is a rig and we discussed about classification of drilling rigs. Today we are moving to our second class. Our topic, basic components of a drilling rig. ഈ ക്ലാസ്സിൽ നമുക്ക് ഡ്രില്ലിംഗ് റിഗിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നും അവയുടെ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്നും വളരെ ലളിതമായ രീതിയിൽ പഠിക്കാം. ഒരു ഡ്രില്ലിംഗ് റിഗ് എന്നത് ഒരു മെഷീൻ മാത്രമല്ല, പല സിസ്റ്റങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ഒരു വലിയ യൂണിറ്റിനെയാണ് ഡ്രില്ലിംഗ് റിഗ് എന്ന് വിളിക്കുന്നത്. ഓരോ സിസ്റ്റത്തിനും അതിൻ്റേതായ ഫംഗ്ഷനുകളുണ്ട്. 6 കോമ്പണൻസ് അഥവാ ഘടകങ്ങൾ കൂടിച്ചേർന്ന ഒരു യൂണിറ്റാണ് റിഗ്. ഇനി നമുക്ക് ഓരോ കോമ്പണൻസിൻ്റെയും ജോലികൾ വിശദമായി നോക്കാം. ഇനി നമുക്ക് പവർ സിസ്റ്റത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. പവർ സിസ്റ്റം ഒരു മെയിൻ കമ്പണൻസ് ആണ്. പവർ സിസ്റ്റം എന്നത് റിഗിലെ എല്ലാ എക്യുപ്മെൻറ്റ്സുകൾക്കും പവർ സപ്ലൈ ചെയ്യുന്ന സിസ്റ്റം ആണ്. ഇതിൻ്റെ പ്രധാന കമ്പണൻസുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന് പ്രധാനമായും 4 കമ്പണൻസുകളാണുള്ളത്. ഡീസൽ എൻജിൻ, ജനറേറ്റർ, SCR ഓർ VFD സിസ്റ്റം, ഇലക്ട്രിക് മോട്ടോഴ്സ്. ഇങ്ങനെ 4 കമ്പണൻസുകൾ അടങ്ങിയതാണ് പവർ സിസ്റ്റം. ഇനി ഇതിലെ ഡീസൽ എൻജിനെ കുറിച്ച് നമുക്ക് വിശദമായി നോക്കാം. ഡീസൽ എൻജിൻ എന്നത് റിഗിൻ്റെ പ്രൈമറി പവറാണ്. ഒരു പ്രൈമറി പവർ സോഴ്സാണ് ഡീസൽ എൻജിൻ. ഇതിൻ്റെ ഫങ്ഷൻ ഡീസൽ ഫ്യൂവൽ ഉപയോഗിച്ച് പവർ ജനറേറ്റ് ചെയ്യുന്നു, മെക്കാനിക്കൽ എനർജി ഉൽപ്പാദിപ്പിക്കുന്നു. റിഗിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നതിന് മുമ്പ് പവർ ഉണ്ടാക്കുന്നത് ഡീസൽ എൻജിനാണ്. അതുകൊണ്ട് ഡീസൽ എൻജിനെ റിഗിൻ്റെ ഹൃദയം എന്ന് പറയുന്നു. ദ സെക്കൻഡ് വൺ, ജനറേറ്റർ. ജനറേറ്റർ ഡീസൽ എൻജിനോട് കണക്റ്റഡ് ആയിരിക്കും. ഇതിൻ്റെ ഫങ്ഷൻ മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്നു. ഡീസൽ എൻജിൻ ജനറേറ്റ് ചെയ്യുന്ന പവർ നേരിട്ട് എക്യുപ്മെൻറ്റിലേക്ക് പോകില്ല. ആദ്യം ജനറേറ്റർ അത് ഇലക്ട്രിക്കൽ പവറാക്കി മാറ്റുന്നു. ദ തേർഡ് വൺ, SCR ഓർ VFD സിസ്റ്റം. ഈ SCR ഓർ VFD സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ എന്തെന്നാൽ പവർ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ അല്ലെങ്കിൽ പവർ ഡിസ്ട്രിബ്യൂഷൻ കൺട്രോൾ ചെയ്യുന്നു. മോട്ടോർ സ്പീഡ് ആൻഡ് പവർ റെഗുലേറ്റർ ചെയ്യുന്നു. ഉദാഹരണത്തിനായി നമ്മുടെ വീട്ടിലുള്ള ഫാനിനെ റെഗുലേറ്റർ ഉപയോഗിച്ച് സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് പോലെ SCR ഓർ VFD സിസ്റ്റം റിഗ് എക്യുപ്മെൻറ്റിൻ്റെ സ്പീഡ് ആൻഡ് പവർ കൺട്രോൾ ചെയ്യുന്നു. ദ ഫോർത്ത് വൺ, ഇലക്ട്രിക് മോട്ടോഴ്സ്. റിഗിലെ പല എക്യുപ്മെൻറ്റ്സുകളും ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ ഫങ്ഷൻ ഇലക്ട്രിക് എനർജി മെക്കാനിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ടോപ്പ് ഡ്രൈവ്, മഡ് പമ്പ്, ഡ്രോവർക്സ്. ജനറേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് മോട്ടോർ റൊട്ടേറ്റ് ചെയ്യുകയും ഈ റൊട്ടേഷനാണ് എക്യുപ്മെൻറ്റ്സ് വർക്ക് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ റിഗിന് 6 കമ്പണൻസുകൾ ഉണ്ടെന്നും അതിലെ ഒന്നാമത്തെ കോമ്പണൻസായ പവർ സിസ്റ്റം, ഡീസൽ എൻജിൻ പവർ ജനറേറ്റ് ചെയ്യുന്നു, ജനറേറ്റർ അത് ഇലക്ട്രിസിറ്റിയാക്കി മാറ്റുന്നു, SCR ഓർ VFD പവർ കൺട്രോൾ ചെയ്യുന്നു, ഇലക്ട്രിക് മോട്ടോർ ആ പവർ ഉപയോഗിച്ച് റിഗ് എക്യുപ്മെൻറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് നാം ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ക്ലാസ്സിൽ റിഗിൻ്റെ ബാക്കി കമ്പണൻസും അവയുടെ ഫങ്ഷനും ഡീറ്റെയിൽ ആയി നോക്കാം. എല്ലാവർക്കും നന്ദി. കീപ് ലേണിംഗ്, സ്റ്റേ സേഫ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.